കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും ഉയരങ്ങളിലേക്ക് കുതിച്ചുയരുമ്പോൾ ആഭരണം വാങ്ങാൻ ഒരുങ്ങുന്നവരും നിക്ഷേപകരും ഒരുപോലെ ആശങ്കയിലാണ്. വിലവർധന സ്വർണ്ണ വിപണിക്ക് നേട്ടമാകുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നതെങ്കിലും യാഥാർത്ഥ്യത്തിൽ വ്യാപാര രംഗം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. സ്വർണം വിൽക്കാനിരിക്കുന്നവർ ഇപ്പോൾ വിൽക്കുന്നത് മണ്ടത്തരമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും ഉയരങ്ങളിലേക്ക് കുതിച്ചുയരുമ്പോൾ ആഭരണം വാങ്ങാൻ ഒരുങ്ങുന്നവരും നിക്ഷേപകരും ഒരേ ആശങ്കയിലാണ്. വില വർധന സ്വർണ്ണ വിപണിക്ക് നേട്ടമാകുമെന്നാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. എന്നിരുന്നാലും യാഥാർത്ഥ്യത്തിൽ വ്യാപാര രംഗം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് സ്വർണ്ണ വ്യാപാരി അടക്കം പറയുന്നത്. ഉയർന്ന വില ഉപഭോക്താക്കളെയും വ്യാപാരികളെയും ഒരുപോലെ തന്നെ ബാധിച്ചു കഴിഞ്ഞു. സ്വർണ്ണവിലയിൽ ഇന്ന് വൻ വർധനവാണുണ്ടായത്. ഇതുവരെ ഏറെയും കുറഞ്ഞു മുന്നോട്ടു പോയിരുന്ന സ്വർണം ഇനി റെക്കോർഡ് മുന്നേറ്റത്തിന് ഒരുങ്ങുകയാണ്. ഇന്ന് 1800 രൂപയാണ് കൂടിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ കുതിപ്പ് പ്രകടമാകുമെന്നാണ് വിപണി നിരീക്ഷകർ പറയുന്നത്. അമേരിക്കയും ഇറാനും യുദ്ധം അവസാനിപ്പിക്കാൻ ധാരണയിലെത്തിയതാണ് പ്രധാന കാരണം. എന്നാൽ സ്വർണം വിൽക്കാൻ കാത്തിരുന്നവർ ഇനിയും കാത്തിരുന്നോളൂ എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. ഇനി അങ്ങോട്ട് സ്വർണത്തിന് മുന്നേറ്റ കാലമാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില കൂടി നിൽക്കുന്ന സമയത്ത് വിറ്റാൽ കൂടുതൽ ലാഭം നേടാനും സാധിക്കും. ഇപ്പോൾ കൂടുതൽ ആശങ്കയിലായിരിക്കുന്നത് സ്വർണം വാങ്ങാനിരുന്നവരാണ്. സ്വർണ്ണവിലയിൽ ഇടിവ് നേരിട്ടപ്പോൾ ഇനിയും കുറയട്ടെ വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നവരാണ് പെട്ടിരിക്കുന്നത്. വില കൂടി വരുന്ന സാഹചര്യത്തിൽ സ്വർണം വാങ്ങിവെച്ചാലും നഷ്ടം സംഭവിക്കില്ലെന്നും വിപണി വിദഗ്ധർ പറയുന്നുണ്ട്. എന്തായാലും സ്വർണം വിൽക്കാനിരിക്കുന്നവർ ഇനിയും കുറച്ചുകൂടെ കാത്തോളൂ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.